റൊമാൻറ്റിക് അങ്ങ് ഏറ്റവും L3 എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. കാരണം ഇത് അപ്പുറത്തോടെ എങ്ങനെ ഇതൊരു ലെവലാണ്. ആ രണ്ടാം പൂരത്തിൻ്റെ സ്ക്രിപ്റ്റ് പുള്ളിയുടെ കയ്യിൽ എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. സൂപ്പർ. മലയാളത്തിൻ്റെ മോഹൻലാൽ പൃഥ്വിരാജെന്നൊരു ക്രാഫ്റ്റ്മാൻ ഇതിലെ മേക്കിംഗ് ചിലപ്പോൾ നമ്മളെ വാർന്നു നമ്മൾ കാണുന്ന ഹോളിവുഡ് സീനാണ് അങ്ങനെ തോന്നുന്നത്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസിൽ നഷ്ടമാണ് നഷ്ടം. മോഹൻലാലിൻ്റെ സ്റ്റാർ തിരിച്ചൊരു റിഡംഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫാൻ ബോയ് ട്രിബ്യൂട്ട് തന്നെയാണ്. ഫാൻ ബോയ് ഷൂട്ടിന് അസൽ ഫാൻ ബോയ് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ മോഹൻലാലിനെ എങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണിക്കാൻ കൊടുക്കുന്നു അതെല്ലാം പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് പടത്തിൻ്റെ ഫീലാണ്. അങ്ങനത്തെ ഒരു സെറ്റിംഗാണ് ഈ പടത്തിൽ കൊടുത്തത്. കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. അത് കണ്ടാലും സിനിമ കാണരുത്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നല്ല പടം തന്നെയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല പടം. എക്സ്പെക്ടേഷൻ വന്നോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ടോ? ഓക്കെ. മറ്റേ ആള് എങ്ങനെയുണ്ട്? ഫസ്റ്റ് വെച്ചാണ് സിനിമ കാണണം എല്ലാവരും. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളിയായിരുന്നു. എങ്ങനെ ലൂസിഫർ കൊള്ളാമോ എമ്പുരാൻ കൊള്ളാമോ? എങ്ങനെയുണ്ട്? കൊള്ളാം. സിനിമ കണ്ടിട്ട് ഇറങ്ങിയതല്ലേ? എങ്ങനെയുണ്ട്? ഈ അടുത്തൊന്നും മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി വന്നിട്ടില്ല. ഇത് വളരെ വലിയൊരു ചേഞ്ച് ആയിരിക്കും മൂവി. ഇഷ്ടപ്പെട്ടു. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. സൂപ്പർ. കുഴപ്പമില്ല. നല്ല പടം. ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പാണ് പടം. നമ്മളെ കേരളത്തിൽ നിൽക്കേണ്ട അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി അല്ല. പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ എന്തെങ്കിലും പുറത്താണ് കൂടുതലും കാണിക്കുന്നത്. അതൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പായിട്ടുള്ളൊരു മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ കാണുന്ന പടമാണ്.